ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ ചർച്ച വാൽനട്ട് റെമഡിയെക്കുറിച്ചാണ്. ഓവർ സെൻസിറ്റിവിറ്റി എന്ന ഗ്രൂപ്പിലെ ഒരു ഔഷധമാണ് വാൽനട്ട്. പ്രൊട്ടക്ഷൻ ഫ്രം ചേഞ്ചസ് ആൻഡ് ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസസ് എന്നാണ് ഈ റെമഡിയുടെ കീവേഡ്. മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾക്കും സ്വാധീനങ്ങൾക്കും എളുപ്പത്തിൽ വശംവദനാവുക, ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രൈസിസ് ഉണ്ടാകുമ്പോൾ പതറാതെ ഉറച്ചു നിൽക്കാൻ കഴിയാതെ വരിക തുടങ്ങിയ സന്ദർഭങ്ങളിൽ ഏറെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു റെമഡിയാണ് വാൽനട്ട്. മറ്റു റെമഡികളെപ്പോലെ ഇത് ഒരു ടൈപ്പ് റെമഡിയല്ല. പ്രശസ്ത ബാച്ച് ഫ്ലവർ തെറാപ്പിസ്റ്റും ലണ്ടൻ ബാച്ച് സെൻ്ററിലെ ഡയറക്ടറുമായ ഡോക്ടർ സ്റ്റീഫൻ ബാൾ തൻ്റെ നിരീക്ഷണത്തിൽ വാൽനട്ട് റെമഡിയെക്കുറിച്ച് ഇങ്ങനെ പറയുകയുണ്ടായി. വാൽനട്ട് റെമഡി എന്ന് പറയുന്നത് പരസ്പര ബന്ധിതമായ രണ്ട് ഉപയോഗങ്ങൾ ഈ വാൽനട്ട് റെമഡിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഉപയോഗങ്ങൾ, പരസ്പര ബന്ധമുള്ള രണ്ട് തരത്തിലുള്ള ഉപയോഗങ്ങൾ വാൽനട്ട് റെമഡി കൊണ്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളോട് അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ വാൽനട്ട് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നു എന്നതാണ്. ഫോർ എക്സാമ്പിൾ, ന്യൂ ജോബ്, പുതിയ ജോലി കിട്ടുന്ന സന്ദർഭം, വീട് മാറി പുതിയ സ്ഥലത്തേക്ക് താമസം മാറുന്ന അവസരം, അവിടെ ഉണ്ടാകുന്ന പുതിയ അയൽവാസികൾ, വിദേശങ്ങളിൽ ജോലിയും താമസവും തരപ്പെടുത്തി കുടുംബസമേതം മൈഗ്രേഷൻ നടത്തി അവിടെ സെറ്റിലാവുമ്പോൾ ഉണ്ടാവാനിടയുള്ള മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങൾ, നാടും വീടും കുടുംബവും ഉപേക്ഷിച്ച് ജോലി ആവശ്യാർത്ഥമോ അല്ലെങ്കിൽ പഠന ആവശ്യാർത്ഥമോ പ്രവാസിയായി വിദേശത്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, റിട്ടയർമെൻറ്റ് ജീവിതത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇതിനു പുറമെ നാമൊക്കെ തരണം ചെയ്യേണ്ട വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, നമ്മുടെ ശാരീരിക വളർച്ചയിൽ തന്നെ ഉണ്ടാകുന്ന പ്രകൃതിപരമായ മാറ്റങ്ങൾ. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, കുഞ്ഞുങ്ങളിൽ പല്ല് മുളക്കുന്ന സമയം, കുഞ്ഞുങ്ങളിൽ പല്ല് മുളക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ശാരീരികവും മാനസികമായ ഒരുപാട് അസ്വസ്ഥതകൾ. മാനസികമായ അസ്വസ്ഥതകൾ കാരണം ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ നമുക്ക് അവരുടെ വൈകാരിക അത് നമുക്ക് അവർക്ക് പ്രകടിപ്പിക്കാനേ കഴിയുള്ളൂ, പറഞ്ഞു തരാൻ കഴിയില്ല. അതേസമയം ശാരീരികമായ ഒരുപാട് രോഗങ്ങൾ ഈ പല്ല് മുളക്കുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ മുലകുടി മാറ്റുന്ന സമയം, ആ സമയത്തും ഒരുപാട് വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ പ്രായമായ സ്ത്രീകൾ മെനോപോസ്, ആർത്തവവിരാമ സമയം, ഇതും പ്രായമായ സ്ത്രീകളിൽ ഒരുപാട് ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് ഇടവരുത്താറുണ്ട്. അതുപോലെ തന്നെ മച്യൂരിറ്റി ആവുന്ന സമയം, സ്ത്രീകളിൽ ആർത്തവം നമ്മുടെ കുട്ടികളിൽ യുവത്വത്തിലേക്ക് അല്ലെങ്കിൽ കൗമാരത്തിലേക്കൊക്കെ കടന്നു വരുന്ന പെൺകുട്ടികളിൽ ആർത്തവം തുടങ്ങുന്ന സമയത്തും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒത്തിരി മാനസിക ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ വാൽനട്ട് റെമഡി ലിങ്ക് ബ്രേക്കറായിട്ട് പ്രവർത്തിക്കും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ലിങ്ക് ബ്രേക്കറായി പ്രവർത്തിക്കുകയും നമ്മുടെ ശാരീരിക മാനസിക പ്രയാസങ്ങൾക്ക് ശമനം നൽകി ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാൻ വാൽനട്ട് റെമഡി നമ്മളെ ഏറെ സഹായിക്കുന്നു. രണ്ടാമത്തെ വാൽനട്ട് റെമഡിയുടെ സ്റ്റീഫൻ ബാൾ പറയുന്ന രണ്ടാമത്തെ ഉപയോഗം ഇതാണ്. ശക്തമായ ബാഹ്യ സമ്മർദ്ദങ്ങളുടെ ഫലമായി, പുറമേ നിന്നുണ്ടാവുന്ന സമ്മർദ്ദങ്ങളുടെ ഫലമായി അബദ്ധങ്ങളിൽ ചെന്നു വീഴാതെ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തൻ്റേതായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകാൻ വാൽനട്ട് റെമഡി സഹായിക്കുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു പുതിയ ആശയവുമായി, അതായത് പുതിയ സ്റ്റാർട്ടപ്പിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ നാം ഒരു തീരുമാനമെടുത്തുവെന്ന് വിചാരിക്കുക. ഒരു പുതിയ സ്റ്റാർട്ടപ്പ്, ഒരു പുതിയ ആശയവുമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ്, ഒരു പദ്ധതി തുടങ്ങുകയാണ്, ഒരു പുതിയ സംരംഭം.
നമ്മുടെ കൂടെ നിൽക്കേണ്ട ഉറ്റ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം അഭിപ്രായം മിക്കപ്പോഴും നെഗറ്റീവായിരിക്കും. ഒപ്പം പിന്മാറിക്കളയാൻ ശക്തമായ സമ്മർദ്ദവും ഉണ്ടായിരിക്കും. അവരുടെ അഭിപ്രായം നെഗറ്റീവായിരിക്കുന്നു മാത്രമല്ല, അങ്ങനെയുള്ള വയ്യാവലിക്കൊന്നും പോകണ്ട എന്നതായിരിക്കും അവരുടെയൊക്കെ അഭിപ്രായം. അവരുടെ സമ്മർദ്ദവും അങ്ങനെ ഉണ്ടായിരിക്കും. സമ്മർദ്ദം വല്ലാതെ മുറുകുമ്പോൾ നമ്മുടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ ഒരു വേള നാം ആലോചിച്ചെന്നിരിക്കും. ഇവിടെയാണ് വാൽനട്ട് റെമഡിയുടെ എഫക്റ്റ് എന്തെന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സെൽഫ് ബിലീഫിനെയും കോൺഫിഡൻസിനെയും ശക്തിപ്പെടുത്തി നമ്മുടെ ചുറ്റുപാടിലുള്ള ഇത്തരം നിഷേധാത്മക ചിന്തകളെയും നിലപാടുകളെയും അവഗണിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് സധൈര്യം തലയെടുപ്പോടെ നമ്മുടെ ആശയവുമായി മുന്നോട്ട് പോകാൻ വാൽനട്ട് റെമഡിയുടെ യുക്തമായ ഉപയോഗത്തിലൂടെ നമുക്ക് സാധിക്കുന്നു. ഇനി വാൽനട്ട് റെമഡിയുടെ പ്രഭാവം ബോധ്യപ്പെടുത്തുന്ന കുറച്ച് എക്സാമ്പിൾസ് കൂടി പറയാം. ഒന്ന്, നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യവും തീരുമാനവും ഉണ്ട്. അതോടൊപ്പം നേടിയെടുക്കാനുള്ള വഴികളെക്കുറിച്ച് താങ്കൾക്ക് നല്ല നിശ്ചയവും ധാരണയുമുണ്ട്. പക്ഷേ അവിചാരിതമായി ഉണ്ടാകുന്ന ചില നിസ്സാര പ്രശ്നങ്ങൾ കാരണം താങ്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. വേച്ചാണ് ഓരോ സ്റ്റെപ്പും താങ്കൾ എടുത്തു വെക്കുന്നത്. അതുപോലെ തന്നെ താങ്കൾ ഒരു സ്വതന്ത്ര വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. പക്ഷേ താൽക്കാലികമായി വന്നുപെട്ട കുടുംബപരമായ ധാർമ്മിക ബാധ്യതകൾ, സോഷ്യൽ ടൈഅപ്പുകൾ, മുമ്പെങ്ങോ നൽകിയ വാഗ്ദാനങ്ങൾ, ഇത്തരം ബാധ്യതകൾ താങ്കളുടെ മനസ്സിനെ ബന്ധങ്ങളുടെ ചങ്ങലയിൽ തളച്ചിടുന്നു. ഉറച്ച തീരുമാനമെടുക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ പതറിപ്പോവാൻ കാരണമാവുന്നു. ജീവിതത്തിൽ വലിയ മാറ്റത്തിനും നേട്ടത്തിനും കാരണമാവുന്ന ഒരു സംഭവം താങ്കൾ വിദഗ്ധമായി ആസൂത്രണം ചെയ്യുന്നു എന്നിരിക്കട്ടെ. പക്ഷേ ബാഹ്യ സമ്മർദ്ദങ്ങളുടെയും വ്യക്തി സ്വാധീനങ്ങളുടെയും വലയത്തിൽപ്പെട്ട് അവസാന സ്റ്റെപ്പ് എടുക്കാൻ താങ്കൾക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളുടെയും വ്യക്തി സ്വാധീനങ്ങളുടെയൊക്കെ ഫലമായിട്ട് താങ്കളെടുത്ത ആ നേട്ടത്തിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ, ആ സംരംഭം തുടങ്ങാനുള്ള സ്റ്റെപ്പ് എടുക്കാൻ താങ്കൾക്ക് കഴിയുന്നില്ല. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മുടേതായ ലക്ഷ്യങ്ങളും അത് നേടിയെടുക്കാനുള്ള വ്യക്തമായ മാർഗങ്ങളുമായി സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ വാൽനട്ട് റെമഡി നമുക്ക് ധൈര്യവും പ്രചോദനവും തരുന്നു. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മെഡിസിനാണ് വാൽനട്ട്. വിദേശങ്ങളിൽ പഠിക്കാൻ പോകുന്ന നമ്മുടെ മക്കൾക്കും ജോലി ആവശ്യാർത്ഥം പ്രവാസികളായി വിദേശത്ത് കഴിയുന്നവർക്കും അങ്ങനെ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവർ സാഹചര്യങ്ങളോടും സമ്മർദ്ദങ്ങളോടും പടവെട്ടിക്കഴിയുന്നവരാണവർ. അവർക്കെല്ലാം ആശ്വാസം നൽകുന്ന ഒന്നാണ് വാൽനട്ട് റെമഡി. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഋതുഭേദങ്ങൾ, ക്രൈസിസ് തുടങ്ങിയ എല്ലാവിധ പ്രതികൂല അവസ്ഥകളെയും മറികടക്കാനും അലർജി, ഫുഡ് അലർജി, സ്കിൻ ഡിസീസ്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, ഓവർ സെൻസിറ്റിവിറ്റി ടു സ്മെൽ, ഫ്ലോറസെൻ്റ് ലൈറ്റ് ആൻഡ് കമ്പ്യൂട്ടർ അഥവാ സ്മെല്ലിനോടുള്ള നമ്മുടെ ചില ആളുകൾക്ക് സ്മെല്ലിന് അത് അങ്ങേയറ്റത്തെ സെൻസിറ്റിവിറ്റി കാണിക്കും. അതുപോലെ തന്നെ ഫ്ലോറസെൻ്റ് ലൈറ്റ് അലർജിയുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് പല പ്രശ്നങ്ങളും വരാറുണ്ട്. ഇതിനെല്ലാം ഒരു ശമനമാണ് വാൽനട്ട് റെമഡി. നല്ലൊരു പ്രതിവിധിയാണ് വാൽനട്ട് റെമഡി. വാൽനട്ട് റെമഡിയെക്കുറിച്ചുള്ള വിവരമാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതിവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം മറ്റൊരു റെമഡിയുമായി നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.